നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ഒരു ഫ്രീ വെബിനാറാണ് നമ്മൾ എന്നുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ട്രേഡ്സ്മാന് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജുകളിൽ അവിടെ നമ്മൾ ടെക്നിക്കൽ സ്റ്റാഫായിട്ടുള്ള പോസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളുകളിൽ, കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന ഇത്രയും സ്ഥാപനങ്ങളിലാണ് നമുക്ക് ട്രേഡ്സ്മാൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൽ തൊട്ട് നടന്ന ഒരു എക്സാം ഉണ്ട്. അപ്പം അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 2022 ലാസ്റ്റ് എക്സാം നടന്നത്. 2022 ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം വിളിച്ചിരുന്നത് ഡിസ്ട്രിക്ട് വൈഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല ജില്ലകളിലെ ലിസ്റ്റുകൾ വന്നു. അതിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ വേണ്ടത്ര റാങ്കിലെത്താത്ത ആളുകളും ഉണ്ടാവും. എന്തായിരുന്നാലും 2022 നടന്ന എക്സാമിൻ്റെ ലിസ്റ്റ് പല ജില്ലകളിലും വന്നു, ബാക്കിയുള്ള ജില്ലകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പോസ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ് വൈഡ് ആക്കി മാറ്റിയിരുന്നു. അതിന് മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു എക്സാമാണ് അന്ന് നടത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ നമ്മൾ കണ്ട വേക്കൻസികളും ആ വേക്കൻസികളൊന്നും തന്നെ ഈ നേരത്തെ നടന്ന എക്സാമിൽ നിന്ന് ഫില്ല് ചെയ്യില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നിലവിലുള്ള വേക്കൻസികൾ ഈ ഡിസ്ട്രിക്ട് വൈഡ് ആയിരുന്ന കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത ഏതാനും ചില വേക്കൻസികൾ, ഒരു ജില്ലയിൽ 2, 3, 4 വേക്കൻസികളൊക്കെയാണ്. അത് മാത്രമാണ് കഴിഞ്ഞ എക്സാമിൽ നിന്ന് അവർ എടുക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ എക്സാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ഒരു വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന എക്സാം. ട്രേഡ്സ്മാൻ ഇനി വരാൻ പോകുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത അപ്പോയിൻമെന്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സാം കൂടെ വന്നതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റി ആ വിഷയത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു എക്സാമാണ് ഇനി വരാനുള്ള ട്രേഡ്സ്മാൻ. സ്റ്റേറ്റ് വൈഡ് ആകുമ്പോൾ തന്നെ വേക്കൻസി കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകളെ ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ട്രേഡ്സ്മാൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ITI ആണ്, അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഇതാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ 2022 ട്രേഡ്സ്മാൻ്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതിൽ മെജോറിറ്റി ആളുകളും ചിലപ്പോൾ ITIനേക്കാൾ കൂടുതൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാവാം. ഡിപ്ലോമയും BTechഉം MTechഉം വരെയുള്ള ആളുകൾ ഒരുപക്ഷെ എക്സാം എഴുതുന്നുണ്ടാവും. അപ്പോൾ ഈ 2022 നമ്മുടെ സിലബസിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ITI ആണ് ലെവൽ എങ്കിലും ആ ലെവലിനേക്കാൾ കൂടിയ കുറച്ച് വൈഡായിട്ടുള്ള സിലബസ് ആണ് നമുക്കുള്ളത്. സിലബസ് നിങ്ങൾ നോക്കുമ്പം അതിൽ ഓരോ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളുകൾ നമ്മുടെ ഓരോ എഞ്ചിനീയറിംഗ് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളായിരുന്നു. ഇപ്പോൾ സാധാരണ ITI ബേസ്ഡ് എക്സാമുകളൊക്കെ നമ്മുടെ ITIയുടെ NIMI അല്ലെങ്കിൽ ആ ലെവലിലുള്ള പോർഷൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ സിലബസും അതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിൽ മാത്രം പോരാ. എന്നാൽ ഇതിൽ 2 അപ്രോച്ചാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ITI ഡിപ്ലോമക്കാർ കുറച്ചുകൂടെ ഒന്ന് കൂടിയ ലെവലിൽ നോക്കുകയും, എന്നാൽ BTech അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമയുള്ള ആളുകൾ അവർ ആ ലെവലിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ താഴേക്കൊന്ന് ഇറങ്ങി പഠിക്കുകയും വേണം. ഈ 2 അപ്രോച്ച് നമുക്ക് ഇതിൽ ആവശ്യമാണ്. അത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2 ലെവൽ, അതായത് ITI മാത്രമുള്ള ആളുകൾ ആ ഒരു ലെവലിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. കുറച്ചുകൂടെ ഹയർ ആയിട്ട് നമ്മൾ നോക്കിയേ പറ്റൂ. എന്നാൽ കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ആ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ITI ലെവലിലേക്ക് നോക്കി കഴിയേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സിലബസ്, ലാസ്റ്റ് സിലബസിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ഏരിയ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം, നമ്മൾ ഇന്നൊരു 30 ക്വസ്റ്റ്യൻസ് അറൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. 30 ക്വസ്റ്റ്യൻസ്. ഈ 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ 3 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതായത് 2022 ഒരു എക്സാം നടന്നത്. അതിന് മുമ്പ് 2017, പിന്നെ ഒരു 2017-ലും 2016-ലുമായിട്ട് ഒന്ന് സ്പെഷ്യൽ എക്സാം ആയിരുന്നു. അപ്പം ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും, അതായത് ഓൺ ആൻ ആവറേജ് 10 ക്വസ്റ്റ്യൻസ്, 12 വന്ന സമയമുണ്ട്,
അല്ലെങ്കിൽ ഒരു 10 അതിന്റെ ഇടയിലായിട്ട്. അതുകൊണ്ടാണ് 30 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഏരിയ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഒരു 10 മാർക്ക് എന്തായിരുന്നാലും ഒരു ആവറേജ് മിനിമം നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ ആ ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ഫ്രീ വെബിനാറിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലെവലിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സ് കൂടെ നമ്മൾ കവർ ചെയ്ത് പോകും. പക്ഷേ വളരെ ഡെപ്തിലേക്ക് നമുക്ക് ക്ലാസ്സിന്റെ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, പോകാൻ കഴിയുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പോകാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇത് 2017 ട്രേഡ്സ്മാൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബൈനറി ഈക്വലന്റ് ഓഫ് എ ബേസ് 16. അപ്പോ നമുക്കറിയാം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയയാണ് നമ്പർ സിസ്റ്റം. നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് നമ്പർ സിസ്റ്റം. വെബിനാർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റിൽ ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെവലിലായിരിക്കാം ക്വസ്റ്റ്യൻസ്, ഏത് രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വെബിനാറുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിക്കല്ല. നമ്പർ സിസ്റ്റം നമുക്ക് മെയിൻലി നമുക്കറിയാം 4 ടൈപ്പ് നമ്പർ സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഒന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റം, ഡെസിമല്, അതുപോലെ തന്നെ ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതില് ഈ എല്ലാ നമ്പർ സിസ്റ്റവും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോവാണ്. ഈ നമ്പർ സിസ്റ്റംസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു നമ്പർ ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും അതിനൊരു ബേസ് ഉണ്ടാവും. ബേസ് ഓർ റാഡിക്സ് എന്നാണ് നമ്മൾ പറയാം. ബേസ് ഓർ റാഡിക്സ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ബൈനറിയുടെ ബേസ് 2 ആണ്. ഒക്ടലിന്റെ ബേസ് 8 ആണ്. ഹെക്സാഡെസിമലിന്റെ ബേസ് 16 ആണ്. ഓക്കെ, അപ്പൊ ജനറലി നമുക്ക് വേണമെങ്കിൽ ഒരു നമ്പർ എഴുതുക. നമ്പറിനെ നമ്മൾ എഴുതുക എങ്ങനെയാണ്, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ വാല്യൂ, അപ്പം ഒരു C0 ഇൻറ്റു പിന്നെ നമ്മളുടെ ഒരു ബേസ് റാഡിക്സ് ഉണ്ടാകും. പിന്നെ അങ്ങനെ ഓരോ ടേംസ്. ഓക്കെ, ബേസിന്റെ ഫോമായിട്ട് ഞാൻ പറയാം. ആ രൂപത്തിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ ബേസ് എന്ന് പറയുന്നത് എല്ലാ നമ്പർ സിസ്റ്റത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ബേസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 10 ബേസ് എന്ന് പറഞ്ഞാൽ അതിൽ 10 ഡിഫറെന്റ് ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഡെസിമലിൽ നമുക്കറിയാം, ഡെസിമലിൽ 0 മുതൽ നമുക്കിപ്പോ ഇവിടെ 0 to 9 അല്ലേ, 0 to 9 എന്ന് പറയുന്ന 10 സിമ്പിൾസ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ഡെസിമൽ നമ്പറും നമുക്ക് എഴുതാം. 0 to 9 വരെയുള്ള 10 സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ബൈനറിയിലാണെങ്കിൽ 2 ബേസ്, അതുകൊണ്ട് 0 or 1 ഈ 2 സിമ്പിളുകൾ മാത്രമേ അതിലുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒക്ടലിലാണെങ്കിൽ 8 ബേസ്, അതുകൊണ്ട് തന്നെ 0 to 7 എന്നുള്ള 8 സിമ്പിൾസ് മാത്രം നമുക്ക് അതിലുള്ളത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഹെക്സാഡെസിമലിലാണെങ്കിൽ 16 ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ടായിരിക്കും. അതായത് അതിൽ 0 to എന്ത് വരും, 0 to 9 വരെയുള്ള 10ഉം പിന്നീട് അങ്ങോട്ട് ABCDEF അങ്ങനെ 16 ഇതാണ് നമുക്കുണ്ടാവുക. അപ്പൊ ഈ നമ്പർ സിസ്റ്റത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നിടത്ത് ഇതിൽ നിന്ന് എല്ലാ നമ്പർ സിസ്റ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയണം. അതായത് ഡെസിമലിൽ നിന്ന് ബൈനറി ആക്കാൻ, ഡെസിമലിന്റെ ഒക്ടൽ ആക്കാൻ, ഡെസിമലിന്റെ ഹെക്സാഡെസിമൽ ആക്കാൻ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ബൈനറിയിൽ നിന്ന് ഡെസിമൽ ആക്കാൻ, ബൈനറിയിൽ നിന്ന് ഒക്ടൽ ആക്കാൻ, ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് പോകാൻ, തിരിച്ച് ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് വരാൻ, ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്ക് വരാൻ, ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് വരാൻ. അതുപോലെ ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക്, ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക്, ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്ക്. ഇപ്പൊ നമ്പർ സിസ്റ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ കൺവേർഷനും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോ നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾക്ക് കാണേണ്ടത് A16 ആണ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 0 to 9 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ
4 ബിറ്റ് കൊണ്ട് നമ്മൾ പറയുമ്പോൾ 0 0 0 0 അല്ലേ? ഇതാണ് 0. ദെൻ 0 0 0 1 0 0 1 0 0 0 1 1 0 1 0 0 0 1 0 1 0 1 1 0 0 1 1 1 1 0 0 0 1 0 0 1. അതായത് ഇത് എത്രയാണ്? ഇത് വാല്യൂ നമുക്ക് എഴുതി നോക്കാൻ 8 4 2 1. അതാണ് പൊസിഷണൽ വെയിറ്റേജ്. ഇതിന്റെ ബൈനറിയുടെ ബേസ് 2 ആയതുകൊണ്ട് 2⁻0 2⁻1 2⁻2 2⁻3. ഇതിനെ നമ്മൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞതിനെ നമ്മൾ LSB എന്ന് പറയാം, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഇപ്പുറത്തെ ഈ എൻഡില് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, ഏറ്റവും വെയിറ്റ് കൂടിയത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ കണക്കൂട്ടിയാൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ 0 ആണ്, ഇവിടെ 1 വാല്യൂ ഉണ്ട്, ഇവിടെ 2 വാല്യൂ ഉണ്ട്, ഇവിടെ 2 1 അപ്പൊ 2 1 3, ഇവിടെ 4. ഇങ്ങനെയാണ് ഇത് വരിക. 0 1 2 3 4. 5 എന്ന് പറയുമ്പം 4ലും ഈ 1 അപ്പൊ 5 ആവും, അവിടെയാണ് വരേണ്ടത്. 6 എന്ന് പറയുമ്പോൾ 4ലും 2ലും എന്ത് ചെയ്യാം? 1 വരണം. 7 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇത് ബൈനറി ആണ് കേട്ടോ. 4 2 1 7 8 9. അപ്പൊ ഹെക്സാഡെസിമലില് 0 to 9 എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. 0 to 9 ഇതാണ് ഹെക്സാഡെസിമലിലുള്ളത്. അത് കഴിഞ്ഞാൽ, അതായത് ഹെക്സാഡെസിമൽ 0 to 9ന്റെ ബൈനറി ആണ് നമ്മൾ പറയുന്നത്. അതിന്റെ ബൈനറി ഈക്വലന്റ് ആണ് 0 to 9ന്റെ. അത് കഴിഞ്ഞാൽ ബൈനറി നമ്മൾ എഴുതുകയാണെങ്കിൽ, ബൈനറി എഴുതുമ്പോൾ 1 0 1 0 കഴിഞ്ഞാൽ 1 0 1 0 വരും, 1 0 1 1 വരും, 1 1 0 0 വരും, 1 1 0 1 വരും, 1 1 1 0 വരും, 1 1 1 1 വരും. ഇതാണ് ബൈനറിയിൽ ബാക്കി അങ്ങോട്ടുള്ളത്. 8 4 2 1 നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ 8 2 എന്തായി? 10. ഇതുണ്ടോ? 9 കഴിഞ്ഞ 10. ഇവിടെ എന്തായി? 8 8 2 1 11. ഇത് എത്രയായി? 12. ഇത് 13. ഇത് 14. ഇത് 15. 4 ബിറ്റ് കൊണ്ട്, അഥവാ എത്ര ബിറ്റ് ആണോ 2⁻B കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. 4 ബിറ്റ് കൊണ്ട് നമുക്ക് 0 മുതൽ 15 വരെ, അഥവാ 16 ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പം, ഹെക്സാഡെസിമലിലേക്ക് വരുമ്പം ഇത് കിട്ടും അല്ലെ? 0 0 1 2 3 4 5 6 7 8 9. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതിനെ ABCDEF ഇതാണ് എഴുതുക. അപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ കറസ്പോണ്ടിങ് ബൈനറിയാണ്. എയുടെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞാൽ 1 0 1 0. അതായത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, 0 9 കഴിഞ്ഞ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. അപ്പൊ 10ന്റെ കറസ്പോണ്ടിങ് ബൈനറി ഏതാണ്? 1 0 1 0. 10ന്റെ കറസ്പോണ്ടിങ് ബൈനറി ഏതാണ്? 1 0 1 0. അപ്പൊ അങ്ങനെയാണ് നമുക്കതിൽ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുന്ന മനസ്സിലാവും. ഓക്കെ ആണല്ലോ അല്ലെ? ബേസിക് ആണ്. ചിലപ്പം ഒരു ഹയർ ലെവലുള്ള ആളുകൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് ടച്ചൊക്കെ വിട്ട ആളുകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലാണ് പോവാം. ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായി, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ശരി. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നമ്പർ സിസ്റ്റത്തിൽ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2016 ബൈനറി നമ്പർ 1111 കറസ്പോണ്ട്സ് ടു ഏത് ഹെക്സാഡെസിമൽ ആണ്? അപ്പൊ തിരിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? 10നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എ അല്ലെ? 10 എന്ന് പറഞ്ഞതായിരുന്നു 1 0 1 0 ആണ് നമ്മൾ എ എന്ന് പറഞ്ഞത്. 1 0 1 1 ആണ് നമ്മുടെ ബി. 1 0 അല്ല 1 1 0 0 ആണ് നമ്മുടെ എന്ത്? സി. 1 1 0 1 ആണ് നമ്മുടെ ഡി. 1 1 1 0 ആണ് നമ്മുടെ ഇ. 1 1 1 1 നമ്മുടെ എന്താണ്? എഫ് ആണ്. അതായത് 1 1 1 1 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 ആണ് എഫ് വരിക. സോ ഓപ്ഷൻ. അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഇതും അതേ ബൈനറി ടു ഹെക്സ എന്നുള്ളിടത്ത് നിന്ന് അതേ ടോപ്പിക്കിൽ തന്നെയാണ് 2016 17 ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 2017 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബൂളിയൻ ആൾജിബ്ര. അപ്പൊ നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. നമ്പർ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു കൺവേർഷന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. നമ്പർ സിസ്റ്റത്തിൽ നിന്ന്
ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ഏരിയയാണ് നമുക്ക് പഠിക്കാനുള്ള ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്രയ്ക്ക് ഒരുപാട് റൂൾസ് ആൻഡ് അതിന്റെ പോസ്റ്റുലേസ് ഉണ്ടായിരിക്കും. എ പ്ലസ് എ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ഒരു സംഭവം അതിന്റെ കോൺജുഗേറ്റും സോറി അതിന്റെ കോംപ്ലിമെന്റും. എ 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 1. എ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? 0 ആയിരിക്കും. 1 or 0 എന്ന് പറഞ്ഞാലും 0 or 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1 ആണ്. എന്നാൽ എ ആൻഡ് എ ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സംഭവം അതിന് കോംപ്ലിമെന്റ് ആൻഡ് ആണെങ്കിൽ ഇത് 0 into 1 ആവാം, അല്ലെങ്കിൽ 1 into 0 ആവാം. രണ്ടാണെങ്കിൽ എന്താണ്? 0 ആണ് വരിക. ഓക്കെ, ഇതൊരു ലോ ആണ് നമുക്ക്. ഓക്കെ, ബൂളിയൻ ആൾജിബ്രയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്നാൽ എ പ്ലസ് എ ആണെങ്കിലോ, എ പ്ലസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്, എ തന്നെയാണ്. അതൊരു തവണ നമ്മൾ എടുക്കുള്ളൂ, അല്ലെ? എ ആൻഡ് എ എന്ന് പറഞ്ഞാലും അതെന്താണ്? എ ആണ്. അപ്പൊ ഇവിടെ എ പ്ലസ് എ ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് എ ബാർ ഓപ്ഷൻ ഡി 1 ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബൂളിയൻ ആൾജിബ്രയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം 1 പ്ലസ് എനിത്തിങ് നമുക്കറിയാം, 1 പ്ലസ് എ പ്ലസ് ബി എന്നുണ്ടെങ്കിലും അത് 1 ആയിരിക്കും. കാരണം 1 പ്ലസ് എനിത്തിങ് എന്താണ്? 1 ആയിരിക്കും. അങ്ങനെ കുറെ റൂൾസ് ഉണ്ട്. ഇപ്പോ നമുക്ക് ബൂളിയൻ ആൾജിബ്രയുടെ ആക്സിയംസ്, അതിന്റെ പോസ്റ്റുലേറ്റ്സ് നമുക്ക് പറഞ്ഞിട്ട് അതിൽ നമുക്ക് ആൻഡിൻ്റെതുണ്ട്, ഓറിൻ്റെതുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഡബിൾ ബാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഡബിൾ ബാർ ഇട്ട് കഴിഞ്ഞാൽ അത് ഏതെന്നാണ്? 2 തവണ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അബ്സോർപ്ഷൻ ലോ, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അസോസിയേറ്റീവ് ലോ, അങ്ങനെയുള്ള ഒരുപാട് ലോസ്. ഇപ്പൊ ഡിമോർഗൻസ് ലോ നമുക്ക് ഒരു ലോയാണ്. അതായത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എ പ്ലസ് ബി, എ ഓർ ബി ഹോൾ ബാർ എന്നതിന് നമുക്ക് എ ഓർ ബി ഹോൾ ബാറിനെ നമുക്ക് ഈ ബാർ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓർ ഉള്ളത് എന്ത് ചെയ്യാം? ആൻഡ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ തിരിച്ചും. ഇങ്ങനെയുള്ള കുറെ റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കവർ ചെയ്യേണ്ടതുണ്ട്. ഈ ഹോൾ ബാർ സ്പ്ലിറ്റ് ചെയ്താൽ ഇതിനുള്ളിലുള്ള സാധനത്തെ എന്ത് ചെയ്താൽ മതി? ആൻഡ് ആണെങ്കിൽ ഓറാക്കുക, ഓറാണെങ്കിൽ ആൻഡ് ചെയ്താൽ മതി. അപ്പൊ ബൂളിയൻ ആൾജിബ്രയുടെ ഒരുപാട് റിസൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് ആ ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ബൂളിയൻ ആൾജിബ്ര. നെക്സ്റ്റ് ഗേറ്റ്സ് ആണ് അടുത്ത, ലോജിക് ഗേറ്റ്സ്. അത് എല്ലാ ക്വസ്റ്റ്യനും എല്ലാ സമയത്തും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ലോജിക് ഗേറ്റ്സ്. ഓക്കെ, ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ച 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ കാണുന്നത്. 2022 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡാഷ് ആർ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ്. നമുക്ക് ലോജിക് ഗേറ്റ്സ് നമുക്കറിയാം, ആൻഡ് ഗേറ്റ് ഉണ്ട്, അല്ലെ? ആൻഡ് ഗേറ്റ് ഉണ്ട്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ, ഇതാണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഒക്കെ നമുക്കറിയാം. എങ്ങനെയാ? 0 0 ആണെങ്കിൽ 0, 0 1 ആണെങ്കിൽ 0 1 ആണെങ്കിൽ 0, 1 0 ആകുമ്പോൾ 0, 1 1 ആകുമ്പോൾ 1. അവിടെ മാത്രമേ 1 വരുള്ളൂ. ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈക്വലന്റ്ലി നമുക്കറിയാം 2 സ്വിച്ച് ഇങ്ങനെ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ആൻഡ്, അല്ലെ? ഈ 2 സ്വിച്ച് ഓൺ ആണെങ്കിൽ മാത്രമേ ഇത് കത്തുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഓണായി ഒന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ, 2 ഓഫ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് അതിന്റെ ഒരു ഈക്വൽ ആൻഡ് ഗേറ്റ്. അതുപോലെ നമുക്കറിയുന്ന മറ്റൊരു ഗേറ്റ് ആണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓർ ഗേറ്റിന്റെ കേസിൽ നമുക്കറിയാം എ ബി വൈ നമ്മൾ എടുക്കുകയാണെങ്കിൽ 0 0 0 1 1 0 1 1. അപ്പം 0 or 0 0 ആണ്, 0 or 1 1, ഇതെല്ലാം 1 ആണ്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ 2 ഈ സ്വിച്ചുകൾ ഇങ്ങനെ പാരലലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ ഓൺ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഓൺ ആയി കഴിഞ്ഞാലും ഇത് കത്തും, അല്ലെ? ഏത് പാത്തിലൂടെ? ഇങ്ങനെ ഈ പാത്തിലൂടെ പോകാം, അല്ലെങ്കിൽ ഈ പാത്തിലൂടെ പോകാം, 2 വഴിക്കും പോകാം. അപ്പൊ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒന്ന് ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതാണ് ഓർ ഗേറ്റ്. പിന്നെ നമുക്കുള്ള ഒന്നാണ് നോട്ട് ഗേറ്റ് അഥവാ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇൻവെർട്ടറിന്റെ കേസിൽ നമുക്കറിയാം ജസ്റ്റ് കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 1 ആണെങ്കിൽ 0. ഇനി
എക്സോർ ഗേറ്റ് ഉണ്ട് അല്ലെ, എക്സോർ ഗേറ്റ് അല്ലെങ്കിൽ എക്സോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് വരക്കാം. എക്സോർ ഗേറ്റിന്റെ കേസിൽ എങ്ങനെയാണ്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻപുട്സ് വരികയാണെങ്കിൽ അത് 1 ആയിരിക്കും. ഓക്കെ, രണ്ടും പിന്നെ സെയിം ആണെങ്കിൽ 0 ആയിരിക്കും. 2 0 വന്നാലും 1 വന്നാലും 0 ആയിരിക്കും. ഡിഫറെന്റ് ആവുമ്പോൾ 1 കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എ എക്സോർ ബി. ഈ എ എക്സോർ ബിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒന്നുകിൽ എ ബാറും ബിയും ആവണം, അല്ലെങ്കിൽ എയും ബി ബാറും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. 0 ആവുമ്പോൾ എ ബാർ ബി, ഓർ ആ കേസിലോ അല്ലെങ്കിൽ എ ബി ബാർ. അതാണ് നമുക്ക് എക്സോർ ഗേറ്റ് കിട്ടും. ഇതേപോലെ മറ്റൊന്നാണ് എക്സ്നോർ ഗേറ്റ്. ഇതിന്റെ ഒരു കോംപ്ലിമെന്റഡ് വേർഷൻ ആണ് എക്സ്നോർ ഗേറ്റ് അല്ലെ. എ എക്സോർ ബി എന്ന് പറയാം, ഇങ്ങനെ കാണിക്കാം. എ എക്സ്നോർ, അവിടെ രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഡിസിമിലർ ആയിട്ടുള്ള കേസിൽ 0 1 1 0 വരുമ്പോൾ 0 ആയിരിക്കും. രണ്ടും സെയിം ഇൻപുട്ട് വന്നാൽ 1 ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതാണ് എക്സ്നോർ ഗേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നേരത്തെ പോലെ ഈ രണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്ന് എഴുതാം. പിന്നീട് നമുക്ക് പറയാത്തത് ഏതാണ്, നാൻഡ് നോർ. നാൻഡ് നോർ എന്ന് പറയുമ്പം ഈ ആൻഡിന്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് കൂടെ കൊടുത്താൽ വരുന്നതാണ്, അഥവാ അതിനെയാണ് നമ്മൾ നാൻ ഗേറ്റ് എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ നേരെ ഇൻവേർട്ടഡ് ആയിരിക്കും. ഇവിടെ 1 1 1 0. അതുപോലെ നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഒരു നോർ വേർഷൻ, ഒരു നോട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓർ ഗേറ്റ് എടുത്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ഇതാണ് നോർ ഗേറ്റ്. അപ്പൊ നോർ ഗേറ്റിന്റെ കേസിൽ എന്താ സംഭവിക്കുക, ഇതേ സംഭവം തന്നെ. ഇവിടെ എന്താവും, 1, ഇവിടേക്ക് എന്താവും 0 0. അപ്പൊ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് ചോദിച്ചാൽ, ഈ നാൻഡ് ആൻഡ് നോർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഗേറ്റുകളും ഉണ്ടാക്കാൻ പറ്റും. നാൻഡ് ആൻഡ് നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ നോട്ട് ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റും, ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഓർ ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റും, എക്സോർ ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റും, എക്സ്നോർ ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ഗേറ്റുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നാൻഡും നോറും ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓറും ആൻഡും അല്ല, ഓക്കെ, ഓറും എക്സോറും അല്ല. നാൻ ഗേറ്റ് ആൻഡ് നോർ ഗേറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഗേറ്റുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ലോജിക് ഗേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് പല രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2016 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 2016. അതും ഇതേ ലോജിക് ഗേറ്റ്സിന്റെ ഭാഗത്തുനിന്നാണ്. ഫംഗ്ഷൻ ഓഫ് നോട്ട് ഗേറ്റിന്റെ ഫംഗ്ഷൻ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഇൻവേർട്ട് ആൻഡ് ഇൻപുട്ട് സിഗ്നൽ. ഒരു ഇൻപുട്ട് സിഗ്നൽ ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് അതിന് പറ്റില്ല. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, നോട്ട് ഗേറ്റിന്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. ഇനി 2016 തന്നെ, അതായത് ഇതേ സമയത്ത് 2016 തന്നെ ഗേറ്റിൽ നിന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സെയിം എക്സാമിന് തന്നെ. ലോജിക് ഗേറ്റ്സിന്റെ ഭാഗത്ത് വെച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എ ലോജിക് സർക്യൂട്ട് ദാറ്റ് ഹാസ് എ ഹൈ ഔട്ട്പുട്ട് ഓൺലി വെൻ ഓൾ ഇറ്റ്സ് ഇൻപുട്ട് ആർ ലോ. അതായത് എല്ലാ ഇൻപുട്ടും 0 0 ആകുന്ന സമയത്ത് മാത്രം 1 കിട്ടുന്നു. ഓൺലി വെൻ, അപ്പൊ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ 0 0 0 1 1 0 1 1 ഇതിലൊക്കെ എന്താണ് 0 ആണ്. ഇവിടെ മാത്രം 1 കിട്ടണം എന്നല്ലേ പറയുന്നത്. ഓൺലി വെൻ ഓൾ ഇറ്റ്സ് ഇൻപുട്സ് ആർ ലോ. എല്ലാ ഇൻപുട്ടും ലോ ആണെങ്കിൽ മാത്രം. എല്ലാ ഇൻപുട്ടും ലോ ആണെങ്കിൽ അത് ഏതായിരിക്കും ഒന്ന് പറഞ്ഞേ, എനിവൺ? ഗേറ്റ്സ് ഞാൻ പറഞ്ഞു, യെസ്, നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് അല്ലെ. നമുക്ക് നോക്കിയാൽ കിട്ടും. നമുക്ക് ഇവിടെ നോർ ഗേറ്റിന്റെ കേസിലാണ് വന്നത്, അതായത് ഇങ്ങനെ വന്നിരുന്നത്. ഇപ്പൊ നാൻഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നത് 0 0 0 1 1 0 1 1 ആൻഡ് ഇപ്പൊ ഇങ്ങനെ വന്നത്. നാൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ 1 വരും, ഇവിടെ ചേരും.
ഓറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം എന്താണ് 1 ആണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ഒരു കേസ് മാത്രം നോറാണ് വരും. ഓപ്ഷൻ സി. ഓക്കെ. 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വീണ്ടും 2022 ഗേറ്റിന്റെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോജിക് ഗേറ്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കാർഡ് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്? ഏതാണ് ഇതില് കോഡ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉള്ള 4 2 ഇൻപുട്ട്? ഇതെല്ലാം IC നമ്പേഴ്സ് ആണ്. അപ്പൊ അതാ പറയുന്നത്, നമ്മൾ ചിലപ്പം ഒരു ബിടെക് ലെവലുള്ള ആളുകൾക്ക് IC നമ്പറുകളൊക്കെ പൊതുവെ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ ഡിപ്ലോമക്കാരും IT-കാർക്കും കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, IC നമ്പറുകളൊക്കെ ഓർമ്മയുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഈ ജോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കലുകളാണെങ്കിൽ ലാബിലുള്ള പോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ കമ്പോണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പം ടെക്നിക്കൽ സ്കൂളുകളാണെങ്കിൽ അതൊരു ടീച്ചിങ് പോസ്റ്റ് തന്നെയാണ്. അപ്പൊ ടെക്നിക്കൽ സ്കൂളുകളിൽ വരുമ്പം അവിടെയും ആ ഒരു ലെവലാണ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പണൻസ് ലെവലിൽ, ഇലക്ട്രോണിക് കോമ്പണൻസ് ലെവലിൽ നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും. ഓക്കെ. അപ്പം 7400, 7408, 7432, 7486 ഏതാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയാൻ പറ്റുമോ? ആർക്കാ പറയാൻ പറ്റുമോ? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി. IC നമ്പറുകൾ ആർക്കും ഓർമ്മയില്ലേ? ഓർമ്മയില്ലായിരിക്കും. 7400 ഏതാണ്? 7400 എന്ന് പറയുന്നത് നാൻഡ് IC ആണ്, അല്ലെ? നാൻഡ് ആണ്. 4 നാൻഡ് കിട്ടുന്ന 2 ഇൻപുട്ട് ആയിട്ടുള്ള 4 എണ്ണം 4 നാൻഡ് ഗേറ്റ് ഉള്ള ഒരു IC ആണ് 7400. ഓക്കെ. 7400. അടുത്തതോ? അപ്പം ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാ? ആൻഡ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 7400 അല്ല. 7408 ഏതാണ്? ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും. 7408 ആണ് ആൻഡ് IC. ഓക്കെ. 7408 ആൻഡ് ആണ്. അതേപോലെ തന്നെയാണ് 7432 ഏതാണ്? 7432 ഇനി വൺ ആർക്കെങ്കിലും അറിയോ? 7432 ആണ് ഓർ ഗേറ്റ്. ഓക്കെ. 7432 നമ്മുടെ ഓർ ഗേറ്റ് ആണ്. 7486 XOR ആണ്. ഓക്കെ. IC നമ്പറുകൾ ഇതിലെല്ലാം 4 എണ്ണം വെച്ചിട്ടുള്ളതാണ്. 2 ഇൻപുട്ടിന്റെ 4 എണ്ണം വെച്ചിട്ടുള്ളത്. നോട്ടിന്റെ IC-യിൽ 4 എണ്ണം അല്ല, അതിൽ കൂടുതലുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ IC നമ്പറുകൾ നമ്മളൊന്ന് നോക്കുക. ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ലോജിക് ഗേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേ എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ലോജിക് ഗേറ്റ്സ്. വീണ്ടും അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ലോജിക് ഗേറ്റ് ദാറ്റ് വിൽ ഹാവ് ഹൈ ഓർ 1 at its output when any one of its input is high. Any one of input is high. ഏതെങ്കിലും ഒന്ന് 1 ആകുമ്പോൾ ലോജിക് ഗേറ്റ് ദാറ്റ് വിൽ ഹാവ് ഹൈ ഔട്ട്പുട്ട് എനി വൺ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഏതായിരിക്കും? ഏതായിരിക്കും? ഏതെങ്കിലും ഒന്ന് 1 ആയാൽ തന്നെ ഔട്ട്പുട്ട് ഹൈ ആവണ്ടേ? ആരെങ്കിലും പറയൂ. The logic gate that will have high or 1 at its output when any one of its input high. ആൻഡ് ആണോ വരുക? ആൻഡ് എങ്ങനെ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ ആൻഡ് പറയാൻ കഴിയില്ലല്ലോ. അപ്പം ആൻഡ് എന്ന് പറയുമ്പോൾ 0 ആണ്. ശരിയാണ്. 0 1-ലും 0 ആണ്. 1 0-ലും 0 ആണ്. 1 1-ലും 0 ആണ്. ഇവിടെ ഇപ്പം ഓരോന്നും ഹൈ ആയിട്ടുണ്ട്, പക്ഷെ ഔട്ട്പുട്ട് 0 ആണല്ലോ. ഓർ ഗേറ്റ് ആണ്, അല്ലെ? ഓർ ഗേറ്റില് ഏതെങ്കിലും ഒന്ന്, അതാ നമ്മൾ പറഞ്ഞത്. ഞാൻ ആ സീരീസ് ഡയഗ്രം കാണിച്ചില്ലേ? 2 സ്വിച്ചിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആയാലും 2 സ്വിച്ച് ഓൺ ആയാലും അതാണ് ഹൈ ആണ്. അത് ഓർത്ത് വെക്കാനാണ് പറഞ്ഞത്. അപ്പോ ഓർ ഗേറ്റ് ആണ്. ഓക്കെ. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. ഓക്കെ. അപ്പൊ ലോജിക് ഗേറ്റ്സ് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് കണ്ടു. 2022-ലും 2 കണ്ടു.
വീണ്ടും നോക്കി 2022 തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ഈ ലോജിക് ഗേറ്റ്സ് മാത്രം പഠിച്ചാൽ കിട്ടും 3 മാർക്ക് അവിടെ. നമ്മുടെ PSCയിൽ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരുപാട് റാങ്കുകൾ അപ്പുറം നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മുടെ മറ്റേ എക്സാം പോലെയല്ല. PSC ആദ്യമായിട്ട് എഴുതുന്ന ആളുകളുണ്ടോന്ന് അറിയില്ല. ഒരു ചെറിയ 1 മാർക്കിനൊക്കെ ആണ്, അല്ലെങ്കിൽ 1.5 മാർക്കിനൊക്കെ നമുക്ക് ഒരുപാട് റാങ്കുകൾ അപ്പുറത്തേക്ക് ജോലി കിട്ടാതിരിക്കുകയൊക്കെ ആവും. അതുകൊണ്ട് ഇവിടെ ലോജിക് ഗേറ്റിൽ നിന്ന് മാത്രമാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഡാഷ് വിൽ മേക്ക് an AND gate to produce a high output. Dash will make an AND gate to produce a high output. AND ഗേറ്റിൽ ഹൈ ഔട്ട്പുട്ട് വരെ എപ്പോഴാണ്? അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് ഹൈ ആകുമ്പോഴാണോ, അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് ലോ ആകുമ്പോഴാണോ, ഓൾ ഇൻപുട്സ് ഹൈ ആകുമ്പോഴാണോ, ഓൾ ഇൻപുട്സ് ലോ ആകുമ്പോഴാണോ? ഏതാണ്? ഓപ്ഷൻ സി അല്ലെ. ആൻഡ് ഗേറ്റിന്റെ കേസിൽ ഹൈ ആവണമെങ്കിൽ എല്ലാ ഇൻപുട്സും ഹൈ ആണെങ്കിൽ മാത്രമേ സംഭവിക്കൂ. എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ സംഭവിക്കൂ. ഓപ്ഷൻ സി. ഗേറ്റുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, എല്ലാത്തിലും നമ്മൾ കണ്ടു. ഇനിയും ഗേറ്റിൽ വീണ്ടും 4മതൊരു ക്വസ്റ്റ്യൻ കൂടെ വീണ്ടും 2022 തന്നെ ചോദിച്ചിരിക്കുന്ന 4 മാർക്ക് കിട്ടാൻ പോവാണ്. വീണ്ടും 4മത്തെ ക്വസ്റ്റ്യൻ ആണ് ഗേറ്റുമായി ബന്ധപ്പെട്ട്. അത് ഗേറ്റിന് ഡയറക്റ്റ് അല്ല, കോമ്പിനേഷൻ സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുകൂടിയാണ്. എന്നിരുന്നാലും ഗേറ്റിന്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ആ ക്വസ്റ്റ്യൻ എഴുതാം. കാരണം ക്വസ്റ്റ്യൻ അത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഗേറ്റ്സ് ആർ ഐഡിയൽ ഫോർ ചെക്കിംഗ് ദ പാരിറ്റി ഓഫ് ബൈനറി നമ്പർ? അതുവരെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗേറ്റിന്റെ അപ്പുറത്ത് പാരിറ്റി ചെക്കിങ് എന്താണ്, പാരിറ്റി എന്താണെന്നൊക്കെ അറിയണം. അതിന്റെ അപ്പുറത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേറെ ഒന്നും അറിയില്ലെങ്കിലും ഗേറ്റ് മാത്രം അറിയെങ്കിൽ ഇത് എഴുതാം. ബിക്കോസ് ദേ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് 1 വെൻ ദ ഇൻപുട്ട് ഹാസ് ആൻ ഓഡ് നമ്പർ ഓഫ് 1. ഓഡ് നമ്പർ ഓഫ് 1 കിട്ടുമ്പോഴാണ് 1 വരേണ്ടത്. അതായത് ഓഡ് പാരിറ്റി ആണെങ്കിൽ അങ്ങനെ വരണമെങ്കിൽ ഏതാ ഗേറ്റ് ആണ് വരിക? ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. സി അല്ലെ, എക്സോർ ഗേറ്റ് ആണ്. ഓഡ് നമ്പർ ഓഫ് 1 വരുമ്പോൾ, അതായത് ഒരു 1 ഒരു 0 എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് കിട്ടുക പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡാറ്റയെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് റിസീവർ സൈഡിലേക്ക് നമ്മൾ വിട്ടുമ്പോൾ ഡിജിറ്റൽ ഇൻഫർമേഷൻ ആണ്. ചിലപ്പോൾ 0 മാറിയിട്ട് 1 ആകാം, 1 മാറിയിട്ട് 0 ആവുകയൊക്കെ ചെയ്യാം. അങ്ങനെ എറർ വരാം. ആ എറർ വന്നു കഴിഞ്ഞാൽ എറർ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡാറ്റ ബിറ്റിന്റെ കൂടെ എക്സ്ട്രാ ഒരു പാരിറ്റി ബിറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് വിടും. അപ്പൊ അത് ഈവൻ പാരിറ്റി ആവാം, ഓഡ് പാരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞേക്കുന്ന ഓ നമ്പർ ഓഫ് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? 1 ആവണം. അപ്പോ അങ്ങനെ ചെക്ക് ചെയ്യുന്നു. അപ്പൊ അത് എക്സോർ ഗേറ്റ് ആണ്. ഓക്കെ. അപ്പോ 4 മാർക്ക് ശരിക്കിന് അവിടെ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു ആ ഒരു 2022 ഗേറ്റുമായി. അപ്പൊ എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ചിലയിടത്ത് വെയിറ്റേജ് കൂടുതലുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചു. 2017 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കോഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ്കി കോഡ്, അഥവാ നമുക്ക് കോഡ്സിൽ ആൽഫ ന്യൂമറിക് കോഡ്സ് ഉണ്ട്. ആൽഫ ന്യൂമറിക് കോഡ്സ് എന്ന് പറഞ്ഞാല് ബോത്ത് നമ്പർ ആൻഡ് ന്യൂമറിക് ആൻഡ് ആൽഫബറ്റ്സ്, അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് സാധനത്തെയും കോഡ് ചെയ്യാൻ യൂസ് ചെയ്യും. ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്, അതിന്റെ ഫുൾ ഫോമും ചോദിക്കാറുണ്ട് വേറെ പല എക്സാമ്പിളും. സ്റ്റാൻഡേർഡ് കോഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ. ആസ്കി എന്ന് പറയും. അത് പ്രൊണൗൺസ് ചെയ്യുക എങ്ങനെയാണ്? ആസ്കി എന്ന രൂപത്തിൽ. അതേപോലെ മറ്റൊരു കോഡ് ഉണ്ട്, എപ്സിക് എന്ന് പറയും. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഓക്കെ. ഇത് രണ്ടും, അതായത് നമുക്കിപ്പോ 0 to 9 വരെ ഉള്ള സാധനം മതി. എന്തിന്? എല്ലാ നമ്പേഴ്സും എഴുതാം. നമ്മുടെ ന്യൂമറിക് ഇൻഫർമേഷൻ എല്ലാം ചെയ്യാം. പിന്നീട് നമുക്ക് ക്യാപിറ്റൽ എ മുതൽ സെഡ് വരെയും സ്മോൾ ലെറ്റർ എ മുതൽ സെഡ് വരെയും, പിന്നെ നമ്മുടെ കീബോർഡിൽ കാണുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളതിനെല്ലാത്തിനെയും നമ്മൾ കോഡ് ചെയ്യുമ്പോൾ അതിനേക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആസ്കി. കീബോർഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആസ്കി എന്ന് പറയുന്നതിൽ
ആസ്കി കോഡ് എന്ന് പറയുന്നത് ഒരു 7 ബിറ്റ് കോഡാണ്. 7 ബിറ്റ് കോഡാണ്. 7 ബിറ്റ് കോഡ് ആയതുകൊണ്ട് തന്നെ 2�7 128 ഡിഫറെന്റ് സിംബൽസ് ഉണ്ട് അതിൽ. അത്രയും കോഡ് ചെയ്യാൻ പറ്റും. എബ്സ്ഡിക് എന്ന് പറയുന്നത് അതിന്റെ കൂടെ ഞാൻ പറയാണ് 8 ബിറ്റ് കോഡാണ്. ഇത് ആൽഫ ന്യൂമറിക് ആണ്, 8 ബിറ്റ് കോഡാണ്. അതിൽ 2�8 അഥവാ 256 ഡിഫറെന്റ് സിംബൽസിനെ കോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആസ്കി കോഡ് എത്ര ബിറ്റ് ആണെന്ന് ചോദിച്ചാൽ ആസ്കി കോഡ് എത്രയാണ്? 7 ബിറ്റ് കോഡാണ്. ആസ്കി കോഡ് 7 ബിറ്റ് കോഡാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് ലോജിക് ഗേറ്റ്സുമായി ബന്ധപ്പെട്ട വേറൊരു ഏരിയയാണ്. ഗേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഏരിയ തന്നെയാണ്. 2022 തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ആ ഏരിയയിൽ നിന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇത് ലോജിക് ഫാമിലിയുടെ ഏരിയയിൽ നിന്ന് വരുന്നതാണ്. അതും ഗേറ്റ് റിലേറ്റഡ് തന്നെയാണ്. ലോജിക് ഫാമിലീസ്, നമ്മൾ TTL, CMOS അവിടെയൊക്കെയാണ് സാധാരണ അത് പറയുക. ഒന്നുമില്ല, ഇവിടെ എബിലിറ്റി ഓഫ് എ സർക്യൂട്ട് ടു ടോളറേറ്റ് നോയ്സ് വിത്തൗട്ട് കോസിങ് അൺവാണ്ടഡ് ചേഞ്ചസ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആ ടോളറേറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് എഴുതാൻ പറ്റും. എബിലിറ്റി എന്ന് പറഞ്ഞത് കൊണ്ട് കേട്ടോ, മാർജിൻ ഉണ്ട്. അതായത് ഇവിടെ സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോ ഒരു ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മൾ വരച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു അനലോഗ് വോൾട്ടേജിനെ ഡിജിറ്റലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്ര 0 വോൾട്ട് മുതൽ ഇത്ര വോൾട്ട് വരെ നമ്മൾ ലോജിക് 0 ആയിട്ട് എടുക്കുന്ന, ഇത്ര വോൾട്ട് മുതൽ ഇത്ര വോൾട്ട് വരെ അല്ലെങ്കിൽ ഒരു ലെവൽ വരെ നമ്മൾ ലോജിക് 1 ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, നമുക്കിത് റീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ നോയ്സ്. ഇത് ഇൻപുട്ട് പറയും. അതുപോലെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് വരക്കാറുണ്ട്, നോയ്സ് മാർജിൻ പറയാറുണ്ട്. അപ്പോ ഇത് എബിലിറ്റി ഓഫ് എ സർക്യൂട്ട് ടു ടോളറേറ്റ് നോയ്സ് വിതൗട്ട് കോസിങ് അൺവാണ്ടഡ് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്, മീൻസ് നോയ്സ് ഇമ്മ്യൂണിറ്റി ആണ്. പിന്നെ ഫാനിന് ഫാൻ ഔട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റിന് അതിനെ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട്, അതിന് ഇൻപുട്ട്, അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്, ഡെഫിനിഷൻസ് ആണ്. ലോജിക് ഫാമിലീസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് വരിക. ഗേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, നോയ്സ് ഇമ്മ്യൂണിറ്റി. ഇനി കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാഫ് ഓർഡർ സർക്യൂട്ട്. എ ഹാഫ് ഓർഡർ സർക്യൂട്ട് ക്യാൻ ആഡ് ഡാഷ് ബിറ്റ്സ് അറ്റ് എ ടൈം. ഹാഫ് ഓർഡറും ഫുൾ ഓർഡറും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഹാഫ് ഓർഡറിന്റെ കേസിൽ നമുക്കറിയാം, ഹാഫ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ഹാഫ് ഓർഡർ അതിൽ നമുക്ക് ഒരു 2 ബിറ്റാണ് ആഡ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എന്തിനാണ് ഈ ഹാഫ് ഓർഡറും അല്ലെങ്കിൽ ഫുൾ ഓർഡർ? ഇപ്പൊ നമുക്കൊരു നമ്പർ ആഡ് ചെയ്യണം. ഇപ്പോ 1011 അല്ലെങ്കിൽ ഇപ്പോ 1110 എന്ന് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ 2 നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ബൈനറി അരിത്തമെറ്റിക് നമുക്ക് അറിയുന്നുണ്ടാവും. 1 + 0 എന്താണ്? 1 + 0 0. 1 + 1 എന്താണ്? 0 ആണ്. ഒരു ക്യാരി ഉണ്ടാകും. ആ ക്യാരി കൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പൊ 0 + 1 1, 1ന്റെ കൂടെ ക്യാരിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 + 1 0 അഗെയിൻ, വീണ്ടും ഇവിടെ ക്യാരി വരുന്നു. ഇപ്പൊ 1 + 1 0, 0 + 1 1 അഗെയിൻ ക്യാരി. ഇതാണ് ആൻസർ കിട്ടുക. ഞാനിത് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ഈ LSB ആഡ് ചെയ്യാൻ നമുക്ക് എന്തേ വേണ്ടി വന്നുള്ളൂ? LSB ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആകെ വന്നിട്ടുള്ളത് 2 ബിറ്റ് മാത്രമേ വരുള്ളൂ. എപ്പോഴും നമുക്ക് ആ 2 ബിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് LSB ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ തൊട്ടടുത്ത ബിറ്റിലേക്ക്, ഇതിപ്പോ ഇവിടെ 1 ആയിരുന്നെങ്കിൽ എന്ത് വരും? ഇവിടെ തന്നെ എന്ത് വരും? 1 + 1 0, ഇവിടെ തന്നെ ഒരു ക്യാരി വരും. അപ്പൊ തൊട്ടടുത്ത ബിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ 2 ബിറ്റ് ആഡ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ കൂടെ ഒരു തൊട്ട് ഇപ്പുറത്തെ അഡീഷനിൽ നിന്ന് വന്ന പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്ന ക്യാരി കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ ഫുൾ ആഡർ എടുക്കുന്നത്. അതായത് ഫുൾ ആഡർ 3 ഇൻപുട്ടിനെ ആഡ് ചെയ്യാൻ എന്നുള്ള, 3 ഇൻപുട്ടിനെ ആഡ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇൻപുട്ട് 3 ഉണ്ട്, പക്ഷെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ആഡർ സർക്യൂട്ട് നമ്മൾ ഒരു കമ്പ്യൂട്ടറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, നമുക്കറിയാം, CPU ALU എന്ന് പറയുന്നത്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്സ് ALU എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഹാർഡ്വെയർ നമ്മൾ ചെയ്യുമ്പോൾ ഈ അഡീഷൻ എങ്ങനെ നടക്കുന്നു, അപ്പൊ അതിന്റെ ആ ലോജിക്കാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഹാഫ് ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം ഹാഫ് ഓർഡറിൽ എപ്പോഴും ഈ AB എന്ന് പറയുന്ന 2 ബിറ്റുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 2 എണ്ണം ഈ എന്തിന്. അപ്പം ചില ആളുകൾക്കുള്ള ഒരു ധാരണ, ഞാനിതിങ്ങനെ പറയാൻ കാരണം,
3 നമ്പറിന് എയും ഇതിപ്പോ 2 നമ്പറിൽ ആഡ് ചെയ്തേ. അപ്പൊ 1 0 1 1 1 0 1 1 1 ഇങ്ങനെ 3 നമ്പറിനെ ആഡ് ചെയ്യാൻ. അങ്ങനെയല്ല, 3 ഇൻപുട്ട്. നമ്മൾ അഡീഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും 2 വാല്യൂവിനെയാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പം അഡീഷൻ എപ്പോഴും ആ 2 ഉള്ളൂ. ഇവിടെ ബിറ്റുകൾ എന്ന് പറയുമ്പോഴാണ് ഇവിടെ 2 ബിറ്റുകളെ ബിറ്റ് വൈസ് ആഡ് ചെയ്യുമ്പോൾ 2 ബിറ്റിന് ആഡ് ചെയ്യാൻ മാത്രമേ ഹാഫ് ഓർഡറിന് പറ്റുള്ളൂ. എന്നാൽ ഫുൾ ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പൊ സം ഉണ്ടാവും, ഇവിടെ ഒരു ക്യാരി ഉണ്ടാവും. ഹാഫ് ഓർഡറിന്റെ കേസിൽ ഇപ്പൊ നമ്മളിവിടെ 2ഉം 1ഉം 1 കൊടുത്തതെങ്കിൽ ഇവിടെ നമുക്ക് സമ്മ് 0 വരും, ക്യാരി 1 വരും. അതല്ല 1ഉം 0 ആണെങ്കിൽ ക്യാരി ഉണ്ടാവില്ല, ഇവിടെ സമ്മ് 1 വരും. ഓക്കെ. അപ്പം ഫുൾ ഓർഡറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞൊരു കേസ് ആഡ് ചെയ്യണമെങ്കിൽ ഇത് നമ്മളിങ്ങനെ ഓരോ ബിറ്റ് ബേസ് ബിറ്റ് ആഡ് ചെയ്യാൻ പാരലൽ ആർഡർ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യാം. പാരലൽ അല്ലെങ്കിൽ ക്യാരി ലുക്ക് ഹെഡ് ആർഡർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഫുൾ ഓർഡറിന്റെ ലോജിക്ക് വരിക. അപ്പൊ ഇതില് നമുക്ക് ഹാഫ് ഓർഡർ സർക്യൂട്ട് ക്യാൻ ആഡ് അറ്റ് എ ടൈം എത്രയാണ്? സിംപ്ലി നമുക്ക് പറയാൻ പറ്റും 2 ബിറ്റുകളെയാണ് ആഡ് ചെയ്യാൻ പറ്റും. 2 ബിറ്റ്സിനെയാണ് ആഡ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം 2 ബിറ്റ്സിന് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഹാഫ് ഓർഡർ. ഫുൾ ഓർഡർ ആണെങ്കിൽ അറ്റ് എ ടൈംസ് 3 ബിറ്റിനെ തന്നെയാണ് ആഡ് ചെയ്യുക, 3 ബിറ്റുകളെയാണ്. അതായത് അവിടെ നമുക്ക് ഫുൾ ഓർഡറിലേക്ക് വരുമ്പോൾ നമ്മളൊരു തൊട്ടു മുമ്പ് വന്ന ഒരു ഇൻപുട്ട് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെ ക്യാരി ഇൻ എന്ന് പറയും. തൊട്ടു മുമ്പ്, അതായത് ഈ അഡീഷനിൽ ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്ന ക്യാരി കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ റിസൾട്ട് വരാൻ. റിസൾട്ട് സം ഉണ്ടാവാം, ഒരുപക്ഷെ ആ സമ്മിന്റെ അപ്പുറത്ത് വീണ്ടും ഒരു ക്യാരി വന്നില്ലേ, ഈ ക്യാരി, അത് സി ഔട്ട് ആണ്, സി ഔട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഫുൾ ഓർഡറിൽ ഉണ്ടാവും. ഓക്കെ. ഇതൊക്കെ നമ്മൾ ക്ലാസ് ആകുന്ന സമയത്ത് ഇതിന്റെ ഡിസൈനും എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെയാണ് പോകുന്നത്. നെക്സ്റ്റ് 2022 അഥവാ ലാസ്റ്റ് നടന്ന ട്രേഡ്സ്മാൻ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ആർഡർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പറഞ്ഞത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഓർഡർ സർക്യൂട്ട് ഹാസ്, എന്താ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു? ഹാഫ് ഓർഡറിന്റെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഫുൾ ഓർഡറിന്റെ കാര്യം പറഞ്ഞു. ഫുൾ ഓർഡർ സർക്യൂട്ട് ഹാസ് 2 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്സ്, 3 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്സ്, 2 ഇൻപുട്സ് ആൻഡ് 3 ഔട്ട്പുട്സ്. ഓക്കെ. അവിടെ 3 ഇൻപുട്ടുകൾ ഉണ്ട് അല്ലെ, എയും ബിയും 2 ഇൻപുട്സും, പിന്നെ നമുക്കൊരു പ്രീവിയസ് ക്യാരി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് അതിലുണ്ട്. ഓക്കെ. അപ്പോ 3 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്സ് അതുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, ഇതും കോമ്പിനേഷണൽ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് വന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Which circuit has 2 raised to n data inputs, 1 data outputs and n control inputs? ട്രേഡ്സ്മാൻ 2022 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒന്നിലധികം ഡാറ്റ ഇൻപുട്ടുകള് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒന്നിലധികം ഡാറ്റ ഇൻപുട്സിന് ഒരു ഔട്ട്പുട്ട്. അതാണ് മൾട്ടിപ്ലക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതായത് കുറെ ഇൻപുട്സ് ഉണ്ട്, അറ്റ് എ ടൈം നിങ്ങൾ ഇത് ഇങ്ങോട്ട് ഒരു സമയത്ത് ഇത് ഇങ്ങോട്ട് കണക്ട് ആവണം, ഈ ലൈൻ ഇങ്ങോട്ട് കണക്ട് ആവണം, അല്ലെങ്കിൽ ഈ ലൈൻ ഇങ്ങോട്ട് കണക്ട് ആവണം, അല്ലെങ്കിൽ ഈ ലൈൻ ഇങ്ങോട്ട് കണക്ട് ആവണം. അത് തീരുമാനിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സെലക്ട് ലൈൻസ് ആണ്. ഇപ്പൊ സപ്പോസ് ഇവിടെ 4 ഇൻപുട്ട് ആണെങ്കിൽ ഇവിടെ 2 സെലക്ട് ലൈൻ ഉണ്ടാവും. അതായത് n സെലക്ട് ലൈൻസ് ആണെങ്കിൽ 2 raised to n ഇൻപുട്സും 1 ഔട്ട്പുട്ടും ആയിരിക്കും മൾട്ടിപ്ലക്സറിൽ ഉണ്ടാവുക. ഓക്കെ, മക്സ് ഉണ്ടാവുക. എന്നാൽ ഡീമൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഡീമൾട്ടിപ്ലക്സർ, ഡിമക്സ്. ഡീമൾട്ടിപ്ലക്സർ ഇപ്പൊ നമുക്കിപ്പോ ഒരു ലൈനിലൂടെ വരുന്ന സാധനത്തെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഇത് ഡാറ്റ സെലക്ടർ എന്നാണ് ഇതിനെ പറയാം. നമ്മൾ മൾട്ടിപ്ലക്സറിനെ പറയാം ഡാറ്റ സെലക്ടർ എന്ന് പറയും. ഡീമൾട്ടിപ്ലക്സറിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാൻ പറ്റും. ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ, ഒരു ഇൻപുട്ട് അത് ഈ ഇപ്പൊ ഏത് പാത്തിലേക്കാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അവിടെയും സെലക്ട് ലൈൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് n സെലക്ട് ലൈൻസും 2 raised to n ഔട്ട്പുട്സും ആണ് വരിക. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 2 raised to n ഡാറ്റ ഇൻപുട്സിനെ 1 ഡാറ്റ ഔട്ട്പുട്ട് ആയിട്ട് മാറ്റിയതാണ്, അത് മൾട്ടിപ്ലക്സർ ആണ്. 1 ഇൻപുട്ടിനെ 2 raised to n ഡാറ്റ ഔട്ട്പുട്ട് ആക്കുന്നതാണ് ഡീമൾട്ടിപ്ലക്സർ. അപ്പൊ മക്സ് ഡിമക്സിന്റെ ബേസിക്, അതിന്റെ ഡിസൈനും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഡെപ്തിലേക്കൊന്നും അറിയേണ്ട, മക്സ് ഡിമക്സിന്റെ ലോജിക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ ഇത് നമ്മുടെ കോമ്പിനേഷനുടെ ഏരിയയിൽ നമുക്ക് വരുന്ന ഒരു സംഭവമാണ്, ഒരു ഏരിയ തന്നെയാണ് ആർഡർ.
മൾട്ടിപ്ലക്സറൊക്കെ കോമ്പിനേഷണൽ സർക്യൂട്ട്സിന്റെ ഏരിയ. ഇനി ഇതും ട്രേഡ്സ്മാൻ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും എന്താ പറയാ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. ഡിജിറ്റലിൽ തന്നെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. How many inputs are available in the 7447 BCD to 7 segment decoder? അതായത് BCD to 7 segment ഡിസ്പ്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 7 സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാൽക്കുലേറ്ററിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ഇതിലൊക്കെ നമ്മൾ കാണുന്ന എല്ലായിടത്തും നമ്മൾ ഡിസ്പ്ലേ അല്ലേ, ഇതാണ് നമ്മൾ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ചെയ്യാറ് എന്താന്ന് വെച്ചാല് BCD ആണ് കൺവേർട്ട് ചെയ്യുക. BCD ഇതിന്റെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ BCD എന്ന് പറഞ്ഞാൽ ഇപ്പം 0 വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അപ്പൊ നമുക്കറിയാം 0 വരുന്ന സമയത്ത് ഏതെല്ലാം കത്തണം? 0 വരുമ്പോ ഇത് 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 ഇത്രയും കത്തുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യും. 8 ആകുമ്പോ ഇത് കൂടെ കത്തണം. ഇനി വേറെ എന്തെങ്കിലും വാല്യൂ ആണ്, ഇപ്പൊ 5 ആണ് വരേണ്ടത്. 5 ആണെങ്കിൽ ഇത് 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 ഇങ്ങനെ ഹൈ ആവണം. അപ്പൊ അതിനൊക്കെ നമ്മൾ ഓരോ പിന്നെ ഇത് ഡിസൈൻ ചെയ്യും. ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്ന രൂപത്തിൽ കെമാപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ആകെ 0 മുതൽ 9 വരെയുള്ള ഇൻപുട്സേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ 0 to 9 BCD ആണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ ചെയ്യുക എന്താന്ന് വെച്ചാല് ഇവിടെ 4 BCD ഇൻപുട്സ് മതി നമുക്ക് അല്ലേ. അതായത് 4 ബിറ്റ് കൊണ്ട് 0 0 0 0 മുതൽ 1 0 0 1 വരെ അത്രയും ഇൻപുട്ട് എടുക്കാനുള്ള 4 ഇൻപുട്ട് ലൈൻസ് മതി ഇതിന്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പൊ 0 വരുമ്പം 0 വരുന്ന സമയത്ത് ഇതിനൊക്കെ കണക്ട് ചെയ്യണം, 1 വരുമ്പോ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം, ആ രൂപത്തിലാണ് ഇത് ഓരോന്നുണ്ടാവും. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം BCD to 7 സെഗ്മെന്റ് ഡിസ്പ്ലേക്ക് ഡ്രൈവ് ചെയ്യാൻ എത്ര ഇൻപുട്സ് വേണം എന്ന് ചോദിച്ചാൽ 7ഉം 8ഉം ഒന്നുമല്ല 4 മതി. 4 ആണ് ഒരു BCD നമ്പർ എടുക്കാൻ നമുക്ക് 0 to 9 വരെ വേണ്ടുള്ളൂ BCD. അപ്പൊ അതിന് നമുക്ക് 4 ഇൻപുട്സ്. ഓക്കെ, അപ്പൊ ഇതും അതിൽ നിന്ന് അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ഇത് അത്രത്തോളം ഒരു ITI ലെവലിന്റെ മുകളിൽ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് പറഞ്ഞത് ചില ക്വസ്റ്റ്യൻസ് വെറും ഒരു ITI അല്ലെങ്കിൽ ആ ഒരു ലെവലിന്റെ മുകളിൽ ആ ഒരു ലെവലിൽ മാത്രം നിന്നാൽ കിട്ടുന്നതല്ല. ചിലപ്പം കുറച്ച് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ചിലതൊക്കെ നമുക്കറിയാം ലോ ലെവലുള്ള ക്വസ്റ്റ്യൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ അപ്രോച്ച് ആ രൂപത്തിൽ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല പ്രത്യേകിച്ച് ITIക്കാര് ഹയർ ക്വാളിഫിക്കേഷൻകാർ കൂടെ എഴുതുന്നതുകൊണ്ട് തന്നെ നല്ല കട്ട് ഓഫ് വരും. ഇപ്പൊ നല്ല കട്ട് ഓഫ് വരണമെങ്കിൽ നമുക്ക് ആ ലെവലിലേക്ക് നല്ല മാർക്ക് വരും. അതനുസരിച്ച് നമ്മൾ ഇതാക്കണം. പിന്നെ തിരിച്ചും അതുപോലെ തന്നെ നമുക്കറിയാത്ത മൈന്യൂട്ട് ആയിട്ടുള്ള IC നമ്പർ, അങ്ങനത്തെ ചില കാര്യങ്ങൾ, ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് എന്താവും, സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ദ ലോജിക് സർക്യൂട്ട്സ്, ഇതും 2022 വീണ്ടും കോമ്പിനേഷണൽ സർക്യൂട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 2022 തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ലോജിക് സർക്യൂട്ട് whose output at any instant of time depends not only at the കോമ്പിനേഷന്റെ സീക്വൻസിന്റെ ബേസിന്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, the logic circuit whose output at any instant of time depends not only on the present input but also on the past output. Okay, അപ്പം പ്രസന്റ് ഇൻപുട്ടിനെ മാത്രമല്ല പാസ്റ്റ് ഔട്ടിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യണം. അഥവാ മെമ്മറി ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? കോമ്പിനേഷണൽ ഡിജിറ്റൽ സർക്യൂട്ട്സിനെ മെയിൻ ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഡർ, സബ്ട്രാക്ടർ, മൾട്ടിപ്ലക്സർ, കോഡ് കൺവേർട്ടർ, നേരത്തെ പറഞ്ഞ എല്ലാം ആക്ച്വലി എന്താണ്, അതൊക്കെ നമുക്ക് പ്രസന്റിനെ അഥവാ അതാത് സമയത്തെ ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പാണ്. അത്രേ ആവശ്യമുള്ളൂ. അതാണ് ആ കോമ്പിനേഷണൽ സർക്യൂട്ട്സുകൾ. എന്നാൽ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട പ്രസന്റ് ഔട്ട്പുട്ട് പാസ്റ്റ് ഹിസ്റ്ററിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ്
സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുക. സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് വെച്ചാൽ ഹാവിങ് മെമ്മറി, അതിന് മെമ്മറി ഉണ്ടാവും. ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ബേസിക് മെമ്മറി യൂണിറ്റ്. ഇപ്പൊ നമ്മളുടെ അടുത്തൊരു കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനൊരു ഫീഡ്ബാക്ക് ഉള്ളതാണ് എന്ത്? ഈ ഫീഡ്ബാക്കിന്റെ അവിടെ നമുക്ക് ഒരു ഡിലേ എലമെന്റോ അല്ലെങ്കിൽ മെമ്മറി എലമെന്റ്സോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി? ഒരു സീക്വൻഷ്യലായി. അപ്പൊ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ് ലോജിക് സർക്യൂട്ട് whose output at any instant of time depends not only on the present input but also on past. പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? മെമ്മറി വേണം. അങ്ങനെ മെമ്മറി ഉള്ള സർക്യൂട്ടുകൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം മെമ്മറി ഇല്ലാത്തതാണ് കോമ്പിനേഷൻ. മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷണലാണ്. ഡിമൾട്ടിപ്ലക്സർ ഒരു കോമ്പിനേഷണലാണ്. ഇത് കോമ്പിനേഷണൽ. അപ്പൊ സീക്വൻഷ്യൽ ഓപ്ഷൻ ഡി ആണ് അതിൽ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞത് തന്നെയാണ്. സീക്വൻഷ്യൽ എന്നുള്ള അടുത്ത 2022 അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ യൂസ് എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോർ കറണ്ട്, ടു സ്റ്റോർ ബൈനറി ഇൻഫർമേഷൻ, ടു സ്റ്റോർ വോൾട്ടേജ്, ടു സ്റ്റോർ അനലോഗ് സിഗ്നൽ. ബൈനറി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു 1 ബിറ്റ് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനാണ് ആര് യൂസ് ചെയ്യാം? ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം. കറണ്ട് അല്ല, വോൾട്ടേജ് അല്ല, അനലോഗ് സിഗ്നലിനെ സ്റ്റോർ ചെയ്യാനല്ല, ബൈനറി ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെമ്മറി എലമെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 2016 സീക്വൻഷ്യൽ, അഥവാ ഇതെല്ലാം ഇനി സീക്വൻഷ്യൽ ആണ്, കോമ്പിനേഷനിൽ വിട്ട് നമ്മൾ സീക്വൻഷ്യൽ എത്തി. അപ്പോൾ സീക്വൻഷ്യലിലേക്ക് വരുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ സിംഗിൾ ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ്? നമുക്കറിയാം SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. MSJK ഉണ്ട്. അപ്പൊ ഇതില് ഒരു ഇൻപുട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ രണ്ടെണ്ണമാണ്, ടിയും ഡിയും ആണ്. അപ്പൊ RSന് 2 ഉണ്ട്, JKക്ക് 2 ഉണ്ട്, ഇതെല്ലാം 2. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഒരു ഇൻപുട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ, അതിന്റെ ഇക്വേഷൻ അല്ലെ? ഡി ഇൻപുട്ട്, ഇവിടെ ക്യൂ ബാർ ഔട്ട്പുട്ട്. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രസന്റ് സ്റ്റേറ്റ് ഇൻ നെക്സ്റ്റ് സ്റ്റേറ്റ് Qn+1 ഡി. 0 ആണെങ്കിൽ എന്താണോ ഇൻപുട്ട് അത് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക. ഡി ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ്. ഇപ്പൊ 0 പ്രസന്റ് സ്റ്റേറ്റ് 0 1 വന്നാലും 0 1 0 വന്നാലും 1 1 1 വന്നാലും 1. അതായത് ഇത് ഇൻപുട്ടും ഇത് പ്രസന്റ് സ്റ്റേറ്റ്, അതായത് പാസ്റ്റ് ഹിസ്റ്ററി. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താന്ന് പറയാം. അപ്പൊ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊടുക്കുന്ന ഇൻപുട്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് കിട്ടും, ഡിലേ ചെയ്ത് കിട്ടും. അതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതുകൊണ്ടാണ് നമ്മളത് ഷിഫ്റ്റ് രജിസ്റ്ററുകളിൽ നമ്മളത് യൂസ് ചെയ്യാൻ കാരണം. മെയിനായിട്ട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് കാരണം അതിലൊരു ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് മാത്രമാണ് നടക്കുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രൂത്ത് ടേബിൾ ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ J = K = 1 എന്താണ്? അതായത് JK QN പിന്നെ Qn+1. നമുക്ക് ഇവിടെ ഇപ്പോ 0 0 0 0 0 ആയ സമയത്ത് ഓക്കെ 0 0 പ്രസന്റ് സ്റ്റേറ്റ് 0 നെക്സ്റ്റ് സ്റ്റേറ്റ്, പ്രസന്റ് സ്റ്റേറ്റ് എന്താണോ അത് തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റും വരുന്ന കണ്ടീഷന് നമുക്ക് NC കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. നോ ചേഞ്ച്. ഇനി 0 1 വരുന്ന സമയത്ത് പ്രസന്റ് സ്റ്റേറ്റ് 0 ആണെങ്കിലും പ്രസന്റ് സ്റ്റേറ്റ് 1 ആണെങ്കിലും ഇതെന്താണ്? 0 ആണ്, അഥവാ റീസെറ്റ് ആണ്. ഔട്ട്പുട്ട് 0 ആണ്. അതിനെ നമ്മൾ റീസെറ്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. പിന്നെ J1ഉം K0യും ആണെങ്കിൽ ആ കണ്ടീഷനിൽ പ്രസന്റ് സ്റ്റേറ്റ് 0 ആണെങ്കിലും പ്രസന്റ് സ്റ്റേറ്റ് 1 ആണെങ്കിലും 2 ആണെങ്കിലും നെക്സ്റ്റ് സ്റ്റേറ്റ് 1 ആണ്. എന്ത് വന്നാലും 1 ആണ്. അപ്പൊ അത് സെറ്റ് ആണ്, സെറ്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. 1 1 വരികയാണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 1 ആകും. പ്രസന്റ് സ്റ്റേറ്റ് 1 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആകും. ഇത് ഇങ്ങോട്ട് ടോഗിൾ ചെയ്യും.
മാറും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ടോഗിൾ മോഡ് എന്ന് പറയുന്നത്. ടോഗിൾ കണ്ടീഷൻ 1-1 കണ്ടീഷനിൽ പ്രസന്റ് സ്റ്റേറ്റ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ്, ടോഗിൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് J = K = 1 റെപ്രസെന്റ് സെറ്റ് അല്ല, റീസെറ്റ് അല്ല. സെറ്റ് ഏതാണ്? സെറ്റ് എന്ന് പറയുന്നത് 1 0 ആണ്, റീസെറ്റ് 0 1 ആണ്, NC എന്ന് പറയുന്നത് 0 0 ആണ്. ടോഗിൾ ആണ് ഇത് 1-1 കണ്ടീഷൻ. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി. ഇതാണ് ഇവിടുത്തെ കേസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി RS ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ അഥവാ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ഇഫ് Q = 0 then the output is set to be. അതായത് Q0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞാൽ അതിനെ സെറ്റ് എന്നാ പറയാം, സോറി റീസെറ്റ് എന്നാ പറയാം. നേരത്തെ നമ്മൾ കണ്ടു. അത് JK ആണെങ്കിലും RS ആണെങ്കിലും. ഇപ്പം SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ് Qn+1 ഇത് Qn. അപ്പോ 0 0 0 0-ല് 0 വന്നാലും 1 വന്നാലും അതേപോലെ തന്നെ ഇത് നോട്ട് ചേഞ്ച് കണ്ടീഷൻ. 0 1 0 1-ല് സെറ്റ് 0 ആണ്, റീസെറ്റ് ആണ് ആക്റ്റീവ്. ഇവിടെ പ്രസന്റ് സ്റ്റേറ്റ് എന്തായിരുന്നാലും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? 0 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആകുന്ന ഈ കണ്ടീഷനെ നമ്മൾ റീസെറ്റ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഔട്ട്പുട്ട് 0 ആകുന്ന കണ്ടീഷൻ. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമ്മൾ ഇത് ഇങ്ങനെയാണ് SR Q ബാർ എന്നാണ് എടുക്കുക. ഔട്ട്പുട്ട് ആണ് Q, അതാണ് നമ്മളിവിടെ Qn+1 എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് 0 വരിക എന്ന് പറഞ്ഞാൽ ഏതാണത്? അത് റീസെറ്റ് കണ്ടീഷൻ ആണ്. ഇവിടെ 1 0 1 0 സെറ്റ് 1 ആകുമ്പോഴാണ് നമുക്ക് 0 വന്നാല് 1 വന്നാലും 1 1 വരിക സെറ്റ്. ഇവിടെ നാലാമത്തേൽ മാത്രമാണ് JK വ്യത്യാസമുള്ളത്. കാരണം 1 1 വന്നു കഴിഞ്ഞാൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇൻവാലിഡ് കണ്ടീഷൻ ആണ്. അത് എന്താണെന്ന് അറിയില്ല, ഇൻഡിറ്റർമിനേറ്റ് ആണ്, ഇൻവാലിഡ് ആണ്. 1 1 വരാൻ പറ്റില്ല. ഈ ഒരു സ്ഥലത്ത് മാത്രമേ എന്തുള്ളൂ? JKയും SRഉം തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, SR JK എല്ലാം ചോദിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് കൗണ്ടറിലേക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ITI ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനേ അല്ല. ശരിക്കും ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. ട്രേഡ്സ്മാൻ 2022 ചോദിച്ച ഈ ക്വസ്റ്റ്യൻ ഒന്നും ഒരിക്കലും നമുക്കൊരു ITI ലെവലിൽ ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല, കൗണ്ടറിന്റെ ഈ ക്വസ്റ്റ്യനും. അപ്പോ പക്ഷെ ഇതെന്ത് വേണമെന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ട് ITI ക്വാളിഫിക്കേഷൻ ആണ് പറയുമ്പോഴും ആ ലെവലിലൊക്കെ ചോദിക്കുന്നത്, ഈ ആളുകൾ അല്ലെങ്കിൽ ഈ പോസ്റ്റിലുള്ള ആളുകൾ ജോലി ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, പോളിടെക്നിക്കുകളിലെ ലാബിൽ എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഈ കൗണ്ടറും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ ഒരു ITIയുടെ സിലബസിൽ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല, ഈ ഒരു ലെവലിലേക്കൊന്നും കാണാൻ പറ്റില്ല ITI പഠിച്ചൊരാൾ. അപ്പൊ അതുകൊണ്ട് ഈ ലെവലിൽ നമ്മൾ നോക്കണം. കൗണ്ടേഴ്സ് മെയിനായിട്ട് 2 ടൈപ്പ് കൗണ്ടർ ഉണ്ട്. സിങ്ക്രണസ് കൗണ്ടർ ഉണ്ട്, അസിങ്ക്രണസ് കൗണ്ടർ ഉണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ PSCയുടെ ഒരു പുതിയ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മറ്റതൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ കുറെ എണ്ണം പറഞ്ഞതാണ്. ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഏകദേശം ആ ഒരു മാർക്കായിരിക്കും. പിന്നീട് നമ്മുടെ റാങ്ക് തീരുമാനിക്കുക എന്ന് പറയുന്നത് ഈ ടൈപ്പിലുള്ള കുറച്ച് ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ ഞാൻ കാണിച്ചു അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ്. അപ്പോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ കൗണ്ടേഴ്സ്? ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ 3 സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സിങ്ക്രണസും അസിങ്ക്രണസ് കൗണ്ടറിൽ നമുക്കറിയാം. സിങ്ക്രണസ് കൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എല്ലാത്തിനെയും നമ്മൾ ക്ലോക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ പഠിക്കും. ഓക്കെ, ക്ലാസ്സിന്റെ സമയത്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇത് വരുന്നത്, വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് പഠിക്കാം. സിങ്ക്രണസിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ അസിങ്ക്രണസിന്റെ കേസിൽ ഒരു മാസ്റ്റർ കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഔട്ട് അതിപ്പോ ഒന്നുകിൽ ക്യൂന്നോ അല്ലെങ്കിൽ ക്യൂ ബാറെന്നോ, ചിലപ്പോൾ ക്യൂന്നോ ആവാം, അല്ലെങ്കിൽ അത് അപ്പ് ആൻഡ് ഡൗൺ ആണോ, അതിനെയൊക്കെ ബേസ് ചെയ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് വരിക. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിന് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇങ്ങനെ സീരിയൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പൊ സിങ്ക്രണസ് അസിങ്ക്രണസ്. ഇന്നെ സിങ്ക്രണസ് ഇതുണ്ടോ എ ഇവിടെ ഇല്ലട്ടോ, ഇത് തെറ്റിക്കരുത്. അസിങ്ക്രണസ് അല്ല, ഇന്നേ സിങ്ക്രണസ്. സിങ്ക്രണസ് കൗണ്ടറിൽ എവറി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ട്രിഗേർഡ് ബൈ ദ ക്ലോക്ക് പാരലൽ. സിങ്ക്രണസിൽ എല്ലാം പാരലൽ ആണ്, റെഡിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
അസിൻക്രണസിൽ സീരിയൽ ആയിട്ടാണ് ക്ലോക്ക് കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ എഴുതാൻ കഴിയില്ല. അപ്പോ സിൻക്രണസ് കൗണ്ടേഴ്സ് ആർ ഓൾസോ കോൾഡ് റിപ്പിൾ കൗണ്ടേഴ്സ്. തെറ്റാണത്. റിപ്പിൾ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് അസിൻക്രണസ് കൗണ്ടേഴ്സിനെയാണ്. റിപ്പിൾ കൗണ്ടേഴ്സ് നമ്മൾ പറയുന്നത് അസിൻക്രണസ് കൗണ്ടേഴ്സിനെയാണ് റിപ്പിൾ കൗണ്ടേഴ്സ് എന്ന് പറയാം. അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ 1 and 2 ഓൺലി ആണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ. 1 and 2 ഓൺലി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ലെവലിലേക്ക് നമ്മൾ പഠിക്കേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഇതും ട്രേഡ്സ്മാൻ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ 2016 17 22 ക്വസ്റ്റ്യൻ ഇട്ടപ്പോ 2016 ക്വസ്റ്റ്യൻ 17 22 കമ്പയർ ചെയ്യുമ്പം സോറി 22 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആണ്. 16 17 ക്വസ്റ്റ്യന്റെ പോലെ അല്ല 22 ക്വസ്റ്റ്യൻ. കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇനി 24 വരുവാണെങ്കിൽ, എക്സാം വരുവാണെങ്കിൽ 24 ക്വസ്റ്റ്യൻ വരുമ്പോൾ, അല്ലെങ്കിൽ 24 25 എന്നാ വരുന്ന എക്സാം 24 വരുമായിരിക്കും. 24 എക്സാം വരുവാണെങ്കിൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും ഈ കഴിഞ്ഞ 3 വർഷത്തെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന്. ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ പർപ്പസ് എന്താണ്? ഷിഫ്റ്റ് രജിസ്റ്റർ ചെയ്യാറുള്ള എന്താന്ന് വെച്ചാല് ഡാറ്റ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാം, പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ പല ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ദ രജിസ്റ്റർ ക്യാപ്പബിൾ ഓഫ് ഷിഫ്റ്റിംഗ് ഇൻഫർമേഷൻ ലെഫ്റ്റ് ഓൺലി. അങ്ങനെയൊന്നുമില്ല. ലെഫ്റ്റ് മാത്രമൊന്നും പറയാൻ പറ്റില്ല, റൈറ്റ് മാത്രമൊന്നും പറയാൻ കഴിയില്ല. ഐദർ ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു രജിസ്റ്റർ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഷിഫ്റ്റ് രജിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഷിഫ്റ്റ് രജിസ്റ്റർ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. ഓക്കെ. ഇലക്ട്രോണിക്സിന്റെ നമ്മൾ ഡിപ്ലോമയ്ക്കും പഠിക്കുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്സ്, ലോജിക് അത്രയും. അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഒരു ബിടെക് ലെവലിലെ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ള സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വരുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ജസ്റ്റ് ITI ലെവലല്ല. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ആ സിലബസിലുള്ള മറ്റ് പല സബ്ജക്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലെവൽ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ലെവലല്ല സിലബസ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. ഇതുണ്ടോ അടുത്ത് ഇതൊക്കെ കൂടിയ ലെവലാണ് ITIക്കാരെ സംബന്ധിച്ചിടത്തോളം. ട്രേഡ്സ്മാൻ 2022 തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൗണ്ടർ എന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആയി? എ ഡെക്കേഡ് കൗണ്ടർ ഹാസ് ഡാഷ് സ്റ്റേറ്റ്സ്. ഡെക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 10 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. 0000 മുതൽ 1001 വരെ 10 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. 10 സ്റ്റേറ്റ്സിന് അതിന് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനിയും വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2017 ചോദിച്ചിരിക്കുന്നതാണ്. മോഡ് 10 കൗണ്ടറിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് കാസ്കേഡ് ചെയ്യേണ്ടി വരും? മോഡ് എന്ന് പറയുന്നത് അതായത് n ബിറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ, അതായത് n ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ, ദാറ്റ് ക്യാൻ കൗണ്ട് അപ് ടു 2n സ്റ്റേറ്റ്സ്. മോഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അത് 2n സ്റ്റേറ്റ് വരെ, അതായത് ഇപ്പൊ 2 ബിറ്റ് ആണെങ്കിൽ 4 സ്റ്റേറ്റ് വരെ കൗണ്ട് ചെയ്യാം. 224. 3 ബിറ്റ് ആണെങ്കിൽ അത് 3 ബിറ്റ് എന്ന് പറഞ്ഞാലും 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്, 3 ബിറ്റ് ആണെങ്കിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണ്ടി വരും. ഓക്കെ. എത്ര ബിറ്റ് ആണോ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ കാസ്കേഡ് ചെയ്യേണ്ടി വരും കൗണ്ടറിൽ. അപ്പൊ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണെങ്കിൽ 8 സ്റ്റേറ്റ് വരെ കൗണ്ട് ചെയ്യാൻ പറ്റൂ. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്നാലാണ് 2/4 പരമാവധി 16 സ്റ്റേറ്റ് വരെ, അഥവാ 0 മുതൽ 15 വരെ കൗണ്ട് ചെയ്യാം. ഇവിടെ 0 മുതൽ 7 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് 0 മുതൽ 3 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മോഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ മോഡ് n എന്ന് പറയും. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n ആണ്.
പരമാവധി അതിനെന്ത് ചെയ്യാം, 2n സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഓർ നമ്പർ ഓഫ് ബിറ്റ്സ്. അപ്പൊ 16 വരെ കൗണ്ട് ചെയ്യാം. പക്ഷെ നമുക്ക് 10 കൗണ്ട് ചെയ്യണമെങ്കിൽ 3 കൊണ്ട് എന്തായാലും നടക്കില്ല. 3 കൊണ്ട് എത്ര വരെ കൗണ്ട് ചെയ്യാൻ പറ്റും? 8 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും, 0 to 7 കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ തൊട്ടടുത്ത 4 ബിറ്റ് എടുക്കണം, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കണം. 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന് 16 വരെ കൗണ്ട് ചെയ്യാം. അത് കുഴപ്പമില്ല. മോഡ് എന്ത് ചെയ്യാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതാവണം, ഈക്വൽ ആവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് മോഡ് 10 കൗണ്ടറിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും? 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ട് നമുക്ക് 0, 1 മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 0, 1, 0, 1 അങ്ങനെ. ഓക്കെ, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 0 മുതൽ വേണമെങ്കിൽ നമുക്ക് 15 വരെയും കൗണ്ട് ചെയ്യാം. അപ്പൊ അത് 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്ത്, മോഡ് 10 എന്ന് പറഞ്ഞാൽ 0 to 9 വരെ കൗണ്ട് ചെയ്താൽ മതി, ഡെക്കേഡാണ്. അതിന് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. 3 എണ്ണാണെങ്കിൽ നമുക്ക് 0 to 7 വരെ മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് വീണ്ടും കൗണ്ടർ എന്നൊരു ക്വസ്റ്റ്യൻ 2017 ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി കൗണ്ടർ. ഏതൊരു കൗണ്ടർ ആണെങ്കിലും അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? ഗേറ്റുകളാണോ, ആൻഡ് ഗേറ്റ് ആണോ, ഓർ ഗേറ്റ് ആണോ, നാൻ ഗേറ്റ് ആണോ? ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അല്ലെ. കൗണ്ടറിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. കൗണ്ടർ എന്ന് പറയുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക. കൗണ്ടറിൽ ഇപ്പൊ നമ്മൾ സിങ്ക്രണസ് ആണെങ്കിലും അസിങ്ക്രണസ് ആണെങ്കിലും നമ്മൾ പറയുന്നത്, ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ 4 ബിറ്റ് അല്ല ആണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നമുക്ക് കാസ്കേഡ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അപ്പോ കൗണ്ടറിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എല്ലാ തവണയും. കൗണ്ടർ ഷിഫ്റ്റ് രജിസ്റ്ററിൽ വീണ്ടും 2017 ചോദിച്ചൊരു കൗണ്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൗണ്ടർ ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് വോൾട്ടേജ്, കറന്റ്, ഫേസ് റിലേഷൻഷിപ്പ്, ഫ്രീക്വൻസി. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൗണ്ടറിലെ ഒരു കൗണ്ടർ മോഡ് n കൗണ്ടർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഡിവൈഡ് ക്ലോക്ക് ഫ്രീക്വൻസി ബൈ n. നിങ്ങളിപ്പോ ഒരു 1000 അല്ലെങ്കിൽ 1 കിലോ ഹെർട്സ് ആണ് നിങ്ങൾ ക്ലോക്ക് ഫ്രീക്വൻസി കൊടുത്തത് എങ്കിൽ, നിങ്ങളൊരു മോഡ് 4 കൗണ്ടർ ആണെങ്കിൽ അത് ഔട്ട്പുട്ടിൽ 250 കിലോ ഹെർട്സിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മോഡ് 8 കൗണ്ടർ ആണെങ്കിൽ അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് മോഡ് 10 കൗണ്ടർ ആണെങ്കിൽ അതനുസരിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോഡുലസ് ഓഫ് കൗണ്ടർ എന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം, വി ക്യാൻ ഡിവൈഡ് ദ ക്ലോക്ക് ഫ്രീക്വൻസി അപ് ടു ദ മോഡ് n അല്ലെങ്കിൽ ബൈ മോഡ് n എത്രയാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രീക്വൻസിയുടെ മെഷർമെന്റിനും കൗണ്ടർ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇന്നത്തെ ഞാൻ പറഞ്ഞ 30 ക്വസ്റ്റ്യൻസ്. നമ്മളതിൽ അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് അതിൽ 2022 തന്നെ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഏത് സമയത്ത് 2022 അവർ പറഞ്ഞിരുന്നത് 10 മാർക്കാണ് ആ സിലബസിൽ നിന്ന് പറഞ്ഞിരുന്നത്. അത് കറക്റ്റ് 10 മാർക്കിൽ തന്നെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ITI ലെവലിന്റെ മുകളിലേക്ക് നമ്മളുടെ ഡിപ്ലോമ ആവട്ടെ ആ ഒരു ലെവലിൽ നമുക്ക് നമ്പർ സിസ്റ്റം, അതേപോലെ തന്നെ നമ്മുടെ ലോജിക് ഗേറ്റ്സ്, ബൂളിയൻ ഓൾജിബ്ര അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, കോമ്പിനേഷനിൽ ആഡർ കണ്ടു നമ്മൾ, ആഡർ, സബ്ട്രാക്ടർ, അതുപോലെ മക്സ് ചോദിക്കാം, ഡിമക്സ്, പിന്നെ കോഡ് കൺവേർട്ടർ പിന്നെ കോഡ് കൺവേർട്ടർ ആവാം, പാരിറ്റി ചെക്കർ പറഞ്ഞു അല്ലെ, പാരിറ്റി ചെക്കർ വന്നു. അതുപോലെ തന്നെ എൻകോഡർ വരാം, ഡീകോഡറിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഏതെന്നും വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ രൂപത്തിലാണ് കണ്ടത് നമ്മൾ. പിന്നീട് നമ്മൾ കണ്ടത് സീക്വൻഷ്യൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് തന്നെ ബേസിക് സാധനങ്ങൾ തന്നെ കുറെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൗണ്ടേഴ്സിൽ സിങ്ക്രണസും അസിങ്ക്രണസുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട്. പിന്നെ ലോജിക് ഫാമിലി എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ സിലബസിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതൊരു മിനിമം ലെവൽ ടു മാക്സിമം ലെവൽ വരെ വരുന്നുണ്ട്. ഓക്കെ,
അപ്പൊ എല്ലാ സബ്ജക്റ്റുകളും ഈ ഒരു രൂപത്തിൽ തന്നെയാണ്. ഇലക്ട്രോണിക്സിന്റെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും അതിന്റെ ഒരു എബോവ് ആവറേജിലുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് കീപ്പ് ചെയ്യുന്ന ഒരു ലെവൽ, അതായത് ITIനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നോർമലി നമ്മൾക്ക് ഒക്കെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇത് പറയാൻ പറ്റും, ഒരു ബിടെക് ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ. അപ്പം ആ ഒരു സ്ട്രാറ്റജി ആ രൂപത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പിന്നെ വേക്കൻസീസ് ഇതിന് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതേപോലെ നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ക്ലാസ് എടുക്കുന്ന നിങ്ങളുടെ ഈ ബിഗ് ലേണിംഗ് അല്ലെങ്കിൽ ഏർണസ്റ്റ് അക്കാഡമിയുടെ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഓരോ ക്ലാസ്സുകളും നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കും. അതോടൊപ്പം തന്നെ അതാത് ക്ലാസ്സുകളിൽ അന്നത്തെ ദിവസം തന്നെ അതിൽ നിന്നുള്ള പ്രീവിയസ് MCQs ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ആ MCQs എല്ലാം ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും അതിന്റെ ക്ലാസിന്റെ നോട്ട്സും ആ രൂപത്തിലെല്ലാം കിട്ടുന്ന വിധത്തിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അത് ഞാൻ അതിനെ കൂടാതെ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഇതിന് ആവശ്യമാണ്. നമ്മൾ പിന്നെയാവാന്ന് വെച്ച് മാറ്റി വെച്ച അവസാനം എക്സാമിന്റെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ട് ഈ ഒരു സിലബസ് ബേസിൽ നമുക്ക് ഒരു സബ്ജക്ട് നോക്കിയപ്പോൾ തന്നെ അതിന്റെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഏതൊരു ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഏതൊരു ലെവലിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പം ആ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകൾ, അതിന് വേണ്ട എല്ലാ ടൂൾസുകളും, എക്സാമുകളും മോക്ക് ടെസ്റ്റ് എഴുതാനും മെറ്റീരിയൽസ് ആണെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ റെക്കോർഡഡ് വീഡിയോസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ രൂപത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ചേർന്നുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കാം. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഈ സിലബസിലുള്ള എല്ലാ മൊഡ്യൂളുകളും കൈകാര്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഫാക്കൽറ്റീസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു 10 ഇയേഴ്സിൽ കൂടുതൽ ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രൂപത്തിൽ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഈ ഒരു ഫ്രീ വെബിനാർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.